അപ്പോൾ ആശാരിച്ചൊക്കെ ചെയ്യുന്ന വാർഡ്രോബ്സ് ഒക്കെ ഏകദേശം പ്രീമിയം ക്വാളിറ്റി ആണ്. നമ്മൾ ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പോൾ വർക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഗ്ലാസ് ടൈപ്പ് വാർഡ്രോബ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായാലും 710 പ്ലൈവുഡ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു 1800-2000 റുപ്യ സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരും. ഒരു വാർഡ്രോബ് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ. ഈ വാർഡ്രോബൊക്കെ ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീമിയം ആക്സസറീസൊക്കെ കൂടിയിട്ട് വാർഡ്രോബിൻ്റെ കോസ്റ്റ് എത്രയെന്ന് പറയുക 3.5 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. കാരണം പാനലാക് ഗ്ലാസ് ആണ്, അതിൻ്റെ ഷട്ടേഴ്സ് എല്ലാം എഡ്ജ് ബാൻഡൊക്കെ ഹൈ ഗ്ലോസ് ചെയ്യണം. അതേപോലെ ഫിറ്റിങ്സ് ഒക്കെ സോഫ്റ്റ് ക്ലോസ് ആണ്. അതിൻ്റെ ഉള്ളിലുള്ള ഫിറ്റിങ്സും എല്ലാം ഹെറ്റിച്ചിൻ്റെ ഫിറ്റിങ്സ് ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്യാം, അത്രയും റേറ്റുമാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ കുറേ കസ്റ്റമേഴ്സൊക്കെ അങ്ങനെ കുറച്ച് റേറ്റ് കമ്മിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ പറയുമ്പോൾ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അറിയാവുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് മോശമാണെന്ന് പറഞ്ഞൊന്നുമല്ല, കാരണം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ആ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുക ചെയ്യാം. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും പൈസൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഇതായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മളൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് അവൻ ആ റേറ്റിന് മതിയുടെ ഹരി ഇങ്ങനെ എനിക്ക് ബഡ്ജറ്റ് എത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് കിട്ടണ വിടാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട, ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ ചെയ്യാട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്നൊരു പുതിയൊരു വർക്കും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഒരു സുഹൃത്ത് ഇൻസ്റ്റാഗ്രാം വണ്ടി പരിചയപ്പെട്ടിട്ട് വിളിച്ചാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ടും ഒരു കിച്ചൺ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.